മോഹൻലാലിന്റെ മൈൽ സ്റ്റോൺ സിനിമകളും മൈൽ സ്റ്റോൺ കഥാപാത്രങ്ങളും വോളിയം 4 1993 രഞ്ജിത്ത് എഴുതി IV ശശി സംവിധാനം ചെയ്ത എവർഗ്രീൻ ക്ലാസിക് മൂവിയായ ദേവാസുരം എന്ന സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠൻ. 93 തന്നെ മധുമുട്ടം എഴുതി ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സണ്ണി. 94 തന്നെ പ്രിയദർശൻ എഴുതി സംവിധാനം ചെയ്ത തേന്മാവിൻ കൊമ്പത്തിലെ മാണിക്യൻ. 94 മോഹൻ സംവിധാനം ചെയ്ത ഫാമിലി മൂവിയായ പക്ഷേ എന്ന സിനിമയിലെ ബാലചന്ദ്രൻ. ഈ സിനിമകളും കഥാപാത്രങ്ങളും നടന പ്രതിഭയുടെ നടന മികവിന്റെ ക്ലാസിക്കൽ പകർനാട്ടങ്ങളായിരുന്നു. 1995 ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം എന്ന സിനിമയിലെ ആടുതോമ. 1996 പ്രിയദർശൻ എഴുതി സംവിധാനം ചെയ്ത കാലാപാനി എന്ന സിനിമയിലെ ഡോക്ടർ ഗോവർദ്ധൻ. 1997 IV ശശി സംവിധാനം ചെയ്ത വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ സണ്ണി പ്ലാന്തോട്ടം. പ്രതാപോത്തൻ സംവിധാനം ചെയ്ത ഒരു യാത്രാമൊഴി എന്ന സിനിമയിലെ ഗോവിന്ദൻകുട്ടി. പ്രിയദർശൻ സംവിധാനം ചെയ്ത ചന്ദ്രലേഖ എന്ന സിനിമയിലെ അപ്പുക്കുട്ടൻ. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന സിനിമയിലെ രഘുരാമൻ. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ ജഗന്നാഥൻ. ഈ സിനിമകളും സിനിമകളിലെ കഥാപാത്രങ്ങളും ശ്രദ്ധിച്ചാൽ മോഹൻലാൽ എന്ന നടൻ ഓരോ കഥാപാത്രത്തിനും വേണ്ടി ശാരീരികവും മാനസികവുമായി എത്രത്തോളം മാറുന്നുവെന്നും ഇന്നും ഈ കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ കൂടുകൂട്ടിയിരിക്കുന്നതിന്റെ രഹസ്യം മോഹൻലാൽ എന്ന നടന്റെ നടന മികവ് ഒന്നുകൊണ്ട് മാത്രമാണെന്നും നമുക്ക് മനസ്സിലാകും. 1998 സിദ്ദിഖ് എഴുതി കമൽ സംവിധാനം ചെയ്ത അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലെ സാഗർ കോട്ടപ്പുറം. 1999 ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന സിനിമയിലെ കഥകളി നടൻ കുഞ്ഞുകുട്ടൻ. 2000 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹം എന്ന സിനിമയിലെ പൂവള്ളി ഇന്ദുചൂടൻ. 2001 രഞ്ജിത്ത് സംവിധാനം ചെയ്ത രാവണപ്രഭു എന്ന സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും. 2005 റോഷൻ ആൻഡ്രൂസ് ഡയറക്ട് ചെയ്ത ഉദയനാണ് താരം എന്ന സിനിമയിലെ ഉദയഭാനു എന്ന കഥാപാത്രവും. 2005 തന്നെ ജോഷി സംവിധാനം ചെയ്ത നരൻ എന്ന സിനിമയിലെ മുള്ളം കൊല്ലി വേലായുധൻ എന്ന കഥാപാത്രവും. ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്രയിലെ രമേശൻ നായർ എന്ന അൾഷിമേഴ്സ് രോഗിയായ കഥാപാത്രവും സൂപ്പർ താരത്തിന്റെ കിരീടത്തിലെ പൊൻതൂവലുകളായിരുന്നു. 2006 ഷാജൂൺ കരിയാൽ സംവിധാനം ചെയ്ത വടക്കുംനാഥൻ എന്ന സിനിമയിലെ ഇരുങ്ങൂർ ഭരതപിഷാരടിയും മേജർ രവി സംവിധാനം ചെയ്ത കീർത്തി ചക്രയിലെ മേജർ മഹാദേവനും. 2007 തന്നെ PT കുഞ്ഞുമുഹമ്മദ് ഡയറക്ട് ചെയ്ത പരദേശി എന്ന സിനിമയിലെ വലിയകത്ത് മൂസയും. 2008 B ഉണ്ണികൃഷ്ണൻ എഴുതി ഡയറക്ട് ചെയ്ത മാടമ്പി എന്ന സിനിമയിലെ പുത്തൻപുരയ്ക്കൽ ഗോപാലകൃഷ്ണപിള്ളയും. ജോഷി സംവിധാനം ചെയ്ത 2020 ദേവരാജ പ്രതാപവർമ്മയും. മേജർ രവി സംവിധാനം ചെയ്ത കുരുക്ഷേത്രയിലെ കേണൽ മഹാദേവനും. 2009 ബ്ലസ്സി എഴുതി സംവിധാനം ചെയ്ത ഭ്രമരം എന്ന സിനിമയിലെ ശിവൻകുട്ടിയും. 2010 M പത്മകുമാർ സംവിധാനം ചെയ്ത ശിക്കാർ എന്ന സിനിമയിലെ ബലരാമൻ എന്ന കഥാപാത്രവും. 2011 ബ്ലസ്സി എഴുതി സംവിധാനം ചെയ്ത പ്രണയം എന്ന സിനിമയിലെ മാത്യൂസും. 2012 രഞ്ജിത്ത് എഴുതി സംവിധാനം ചെയ്ത സ്പിരിറ്റ് എന്ന സിനിമയിലെ രഘുനന്ദനും. ജോഷി സംവിധാനം ചെയ്ത റൺ ബേബി റണ്ണിലെ വേണുവും. 2013 ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന സിനിമയിലെ ജോർജ് കുട്ടിയും. 2015 ജോഷി സംവിധാനം ചെയ്ത ലൈല ഓ ലൈലയിലെ ജയമോഹനും. ഇതേ വർഷം തന്നെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലോഹം എന്ന സിനിമയിലെ രാജു സത്യമൂർത്തി. 2016 പ്രിയദർശൻ എഴുതി സംവിധാനം ചെയ്ത ഒപ്പം എന്ന സിനിമയിലെ ജയരാമനും ഒക്കെ മലയാള സിനിമയിലെ ചരിത്ര താളുകളിൽ ആലേഖനം ചെയ്യാവുന്ന മോഹൻലാൽ എന്ന നടന ഇതിഹാസം അഭിനയിച്ച മികച്ച സിനിമകളും മൈൽ സ്റ്റോൺ കഥാപാത്രങ്ങളുമാണ്. മോഹൻലാൽ അന്യഭാഷകളിൽ അഭിനയിച്ച മൈൽ സ്റ്റോൺ സിനിമകളും കഥാപാത്രങ്ങളും വോളിയം 5 പരിചയപ്പെടാം.